നമസ്കാരം. ഗർഭകാലത്തിന്റെ ആദ്യത്തെ 3 മാസങ്ങൾ ഒരേ സമയം വലിയ സന്തോഷവും അതുപോലെ തന്നെ ചെറിയൊരു പേടിയും ഉത്കണ്ഠയും ഒക്കെ നിറഞ്ഞ സമയമാണെന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ഒരു പുതിയ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ തുടിക്കാൻ തുടങ്ങുന്നു എന്നറിയുമ്പോഴുള്ള ആ വലിയ സന്തോഷത്തിനൊപ്പം തന്നെ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കണമെന്ന ചിന്ത നിങ്ങളിൽ സ്വാഭാവികമായും ചെറിയ ഉത്കണ്ഠകൾ ഉണ്ടാക്കാമല്ലേ? നിങ്ങളിപ്പോൾ ഈ മനോഹരമായ എന്നാൽ വൈകാരികമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകും. കൃത്യമായ ശാസ്ത്രീയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഗർഭകാലത്തിന്റെ തുടക്കത്തിലുള്ള ബ്ലീഡിങ്ങിനെക്കുറിച്ച് നമുക്ക് വളരെ ശാന്തമായി ഒന്ന് സംസാരിക്കാം. നിങ്ങൾ അടിവസ്ത്രത്തിൽ ചെറിയൊരു സ്പോട്ടിംഗ് കണ്ടു? അതുകാരണം നിങ്ങൾക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ടോ? ഗർഭകാലത്ത് ചെറിയൊരു തുള്ളി രക്തം കാണുന്നതുപോലും നിങ്ങളുടെ ഉത്കണ്ഠ പെട്ടെന്ന് 4-5 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ അത്രയധികം ചിന്തിക്കുകയും കരുതൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അതൊരു അമ്മയുടെ ഏറ്റവും സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളിപ്പോൾ വളരെ സുരക്ഷിതമായ ഒരിടത്താണ്. ആശ്വസിക്കൂ, നിങ്ങളുടെ ഈ ഉത്കണ്ഠ വളരെ സാധാരണമാണ്. ആ ഭയത്തെ നമുക്ക് ശരിയായ അറിവുകൾ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. നിങ്ങളുടെ ഈ യാത്രയിൽ ശരിയായ അറിവുകൾ നൽകി കൂടെ നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള സുരക്ഷിതവും കൃത്യമായ വസ്തുതകളിൽ ഊന്നിയതുമായ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഗർഭകാലത്ത് നാം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്പോട്ടിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അപകടസൂചനയല്ല. ഗർഭകാലത്തിന്റെ ആദ്യത്തെ 3 മാസങ്ങളിൽ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെറിയ തോതിലുള്ള ബ്ലീഡിംഗ് അല്ലെങ്കിൽ സ്പോട്ടിംഗ് വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒന്നാണ്. തികച്ചും ആരോഗ്യകരമായ ഗർഭാവസ്ഥയിലൂടെ കടന്നുപോകുന്ന വലിയൊരു ശതമാനം സ്ത്രീകളിലും ആദ്യ മാസങ്ങളിൽ ഇത്തരം സ്പോട്ടിംഗ് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ശരീരം പുതിയൊരു മാറ്റവുമായി പൊരുത്തപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ മാത്രമാണിത്. അതിനാൽ വസ്ത്രത്തിൽ ചെറിയൊരു പാട് കണ്ടാലുടനെ ആദ്യം തന്നെ ആ പേടി മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാറ്റിവെക്കുക. എന്തുകൊണ്ടാണ് ആദ്യ മാസങ്ങളിൽ ഈ സ്പോട്ടിംഗ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്. ഇതൊരു പ്രശ്നമല്ല കേട്ടോ, മറിച്ച് വളരെ സുരക്ഷിതവും മനോഹരവുമായൊരു പ്രക്രിയയാണ്. നമ്മുടെ കുഞ്ഞ് ഒരു ചെറിയ ഭ്രൂണമായിരിക്കുന്ന അവസ്ഥയിൽ അത് ഗർഭപാത്രത്തിലെത്തുകയും പോഷകങ്ങളാൽ സമ്പന്നമായ ഗർഭപാത്രത്തിന്റെ ഉൾഭിത്തിയിൽ സുരക്ഷിതമായി പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അമ്മയുടെ രക്തയോട്ടവുമായി കുഞ്ഞ് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിലെ വളരെ ചെറിയ ചില രക്തക്കുഴലുകൾ മൃദുവായി തുറക്കാൻ സാധ്യതയുണ്ട്. ഇത് കാരണം വളരെ ചെറിയൊരു സ്പോട്ടിംഗ് ഉണ്ടായേക്കാം. ഇത് കുഞ്ഞ് സുരക്ഷിതമായി സ്ഥാനം പിടിക്കുന്നതിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. ഇംപ്ലാന്റേഷൻ പോലെ തന്നെ വേറെയും ചില സ്വാഭാവിക കാരണങ്ങൾ കൊണ്ട് ഈ സമയത്ത് ചെറിയ രക്തസ്രാവം ഉണ്ടാകാം. ഗർഭകാലത്ത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുന്നതിനായി ഗർഭപാത്രത്തിലേക്കും പെൽവിക് ഭാഗത്തേക്കുമുള്ള രക്തയോട്ടം ഇരട്ടിയായി വർദ്ധിക്കുന്നുണ്ട്. ഇത് കാരണം സെർവിക്സ്, അതായത് ഗർഭപാത്രത്തിന്റെ മുഖം വളരെ മൃദുവാകുകയും പെട്ടെന്ന് പ്രതികരിക്കുന്ന അവസ്ഥയിലാകുകയും ചെയ്യും. അതിനാൽ ചെറിയൊരു യാത്രയോ അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു സാധാരണ പരിശോധനയോ കഴിഞ്ഞാൽ പോലും ചെറിയ സ്പോട്ടിംഗ് ഉണ്ടാകാം. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന വേദനയില്ലാത്ത ചെറിയ പോളിപ്പുകൾ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനും കുഞ്ഞിന്റെ സുരക്ഷയ്ക്കും വേണ്ടി ഡോക്ടർ നൽകിയിട്ടുള്ള ഇക്കോസ്പ്രിൻ പോലെയുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ എന്നിവ കാരണവും ഇങ്ങനെ സംഭവിക്കാം. ഇതെല്ലാം വൈദ്യശാസ്ത്രപരമായി തികച്ചും സാധാരണമാണ്. വളരെ വൈകാരികമായ എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സത്യം കൂടിയുണ്ട്. ചിലപ്പോൾ പ്രകൃതി തന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ മൃദുവായി ഇടപെടുന്നു. അപൂർവം ചില സന്ദർഭങ്ങളിൽ രൂപപ്പെടുന്ന ഗർഭത്തിന് തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും വലിയ ജനിതക പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായേക്കാം. അങ്ങനെയുള്ളൊരു ഗർഭം പൂർണ്ണ വളർച്ചയെത്തിയ ആരോഗ്യവാനായൊരു കുഞ്ഞായി മാറില്ല എന്ന് നമ്മുടെ ശരീരത്തിന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അത്തരം ഘട്ടങ്ങളിൽ ആ ഗർഭത്തെ ശരീരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ മൃദുവായി ഒഴിവാക്കും. ആ സമയത്തും ബ്ലീഡിംഗ് ഉണ്ടാകും. ഇതൊരിക്കലും ഒരമ്മയുടെ പരാജയമല്ല, മറിച്ച് അനാരോഗ്യകരമായ ഒന്നിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രകൃതിയുടെ അതിശയകരമായ ഒരു കരുതൽ മാത്രമാണിത് എന്നു മനസ്സിലാക്കുക. ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നത് പ്രധാനമാണ്. നിങ്ങൾക്ക് കാണുന്നത് വളരെ ചെറിയ സ്പോട്ടിംഗ് ആണെങ്കിൽ, അതായത് അടിവസ്ത്രത്തിൽ 1-2 തുള്ളി രക്തം മാത്രം കാണുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ്. വീട്ടിൽ തന്നെ ശാന്തമായി വിശ്രമിക്കുക. എന്നാൽ
അതിനു പകരം തുടർച്ചയായ അമിതമായ രക്തസ്രാവം, വലിയ രക്തക്കട്ടകൾ പോകുക, അതിനൊപ്പം തന്നെ കഠിനമായ സഹിക്കാൻ പറ്റാത്ത വയറുവേദന എന്നിവയുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു എമർജൻസി അവസ്ഥയായി കണ്ട് രാത്രിയാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് ചെറിയൊരു സ്പോട്ടിംഗ് മാത്രമാണുള്ളതെങ്കിൽ ഒട്ടും പരിഭ്രാന്തരായി പാതിരാത്രിയിൽ ആശുപത്രിയിലേക്ക് ഓടേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ പരിഭ്രാന്തരാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിനും കുഞ്ഞിനും നല്ലതല്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനസ്സ് ശാന്തമാക്കുക എന്നതാണ് ഏറ്റവും വലിയ മരുന്ന്. ആ ചെറിയ സ്പോട്ടിംഗ് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കി സ്വയം ആശ്വസിക്കുക. അങ്ങനെ ഒരു ചെറിയ സ്പോട്ടിംഗ് കണ്ടാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട വളരെ ലളിതമായൊരു പ്ലാനുണ്ട്. ആദ്യം ദീർഘമായി ശ്വാസമെടുത്ത് മനസ്സ് തികച്ചും ശാന്തമാക്കുക. രണ്ടാമതായി വീട്ടിൽ തന്നെ സുഖപ്രദമായി വിശ്രമിക്കുക. മൂന്നാമതായി യാതൊരു പരിഭ്രാന്തിയുമില്ലാതെ നിങ്ങളുടെ ഡോക്ടറെ കാണാൻ ഒരു സാധാരണ അപ്പോയിന്റ്മെന്റ് എടുക്കുക. നാലാമതായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ ലളിതമായ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക. നിങ്ങളുടെ സമാധാനത്തിനായി ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും. എന്തിനാണ് ഡോക്ടർമാർ ഈ സമയത്തൊരു സ്കാൻ ചെയ്യാൻ പറയുന്നത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഇതൊരു ഭയപ്പെടുത്തുന്ന പരിശോധനയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഒരിക്കലുമല്ല. ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ ചെയ്യുന്ന സ്കാനിംഗ് കുഞ്ഞിന് ഒരു വിധത്തിലുള്ള ദോഷവും വരുത്തുന്നില്ല. റേഡിയേഷനുകളില്ലാത്ത ശബ്ദതരംഗങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന വളരെ സുരക്ഷിതമായ ഒരു പരിശോധനയാണിത്. നമ്മുടെ ഉള്ളിലെ ഗർഭപാത്രത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നേരിട്ട് കാണാനും കുഞ്ഞ് എത്രത്തോളം സുരക്ഷിതനാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താനുമുള്ള വളരെ ലളിതമായ ഒരു വഴി മാത്രമാണിത്. ഈയൊരു ചെറിയ സ്കാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ഭാരവും ഇറക്കിവെക്കാൻ സഹായിക്കും. സ്ക്രീനിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ആ ചെറിയ ഹൃദയമിടിപ്പ് മിന്നിമറയുന്നത് കാണുന്നത് തന്നെ എത്ര വലിയ ആശ്വാസമാണെന്നോ. കുഞ്ഞിന്റെ വളർച്ച കൃത്യമാണോ എന്നും അതുപോലെ തന്നെ പ്ലാസന്റയുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ഡോക്ടർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. പലപ്പോഴും യാതൊരു പ്രശ്നവുമില്ല, കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന ഒറ്റ മറുപടിയായിരിക്കും ഈ സ്കാനിലൂടെ നിങ്ങൾക്ക് ഡോക്ടറിൽ നിന്ന് കേൾക്കാൻ സാധിക്കുക. ആ നിമിഷം നിങ്ങളുടെ ആ പേടിയൊക്കെ പൂർണ്ണമായും മാറും. നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ പരമാവധി ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിശയകരമാം വിധം കരുത്തവതിയുമാണ്. നിങ്ങളുടെ ശരീരത്തിന് എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ഭയം മാറ്റാനും അല്പമെങ്കിലും ശാന്തത നൽകാനും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടുതൽ കൃത്യമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അത് ഞങ്ങളെ സഹായിക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ ഈ ഗർഭകാലം വളരെ ശാന്തവും പൂർണ്ണ ആരോഗ്യവും നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. സ്വന്തം ശരീരത്തെ വിശ്വസിക്കുക, എപ്പോഴും സന്തോഷമായിരിക്കുക. ഒത്തിരി സ്നേഹം. വളരെ